ഹലോ എവറി വൺ, വെൽക്കം ടു ഡയറക്ഷൻ ഇ ലേണിംഗ്. ജൂലൈ 2022 നടന്ന കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ അപ് ടു 10th ലെവലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 76/2022 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആൽഫ കോഡ് എ എന്ന പ്രകാരമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് 11ാമത്തെ ചോദ്യം. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു അല്ലെങ്കിൽ ലൂ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ് വീശിയടിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ കാലാവസ്ഥ ഏതവസ്ഥയിലാണ് സംഭവിക്കാറുള്ളത്? ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ഓപ്ഷൻ ബി ഉഷ്ണകാലം, ഓപ്ഷൻ സി ശൈത്യകാലം, ഓപ്ഷൻ ഡി വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. എന്താണ് ലൂ? ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശിയടിക്കുന്ന ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണ്. അവിടെ തന്നെ ഉണ്ട്, ചോദ്യത്തിൽ തന്നെ ഉണ്ട്, ഉഷ്ണക്കാറ്റാണ്. അതായത് ഉഷ്ണകാലങ്ങളിലാണ് ഇത് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതിന് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഉഷ്ണകാലം. 11ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ എന്താണ് ഈ ലൂ, എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണുള്ളത്? നമുക്ക് അതിന്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം നമുക്ക് അനുഭവപ്പെടാറുള്ളത്. ഈ സമയങ്ങളിലെ പ്രത്യേകത എന്താണ്? തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഉഷ്ണകാലം തീവ്രമായിരിക്കും, ചൂട് കൂടുതലുള്ള ഒരവസ്ഥയാണ്. നമ്മൾ ഉത്തരായന രേഖയുടെ കൃത്യം മുകളിലായിട്ട് സൂര്യപ്രകാശം വന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുക. ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാമർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാറുള്ളത്. ഇക്കാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രാദേശിക വാതകങ്ങൾ വീശിയടിക്കാറുള്ളത്. അതിനുള്ള ഉദാഹരണമാണ് ഈ പറയുന്ന ലൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൂ എന്ന് പറയുന്നത് ഇതിനുള്ളൊരു ഉദാഹരണമാണ്. അതേപോലെ മാംഗോ ഷവേഴ്സ്, കേരള, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ മാംഗോ ഷവേഴ്സ് ഉണ്ടാവാറുണ്ട്. വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ കാൽബൈശാഖി ഉണ്ടാകാറുണ്ട്. കർണാടകയിലാണെങ്കിൽ നമുക്ക് ചെറി ബ്ലോസം പോലുള്ള പ്രതിഭാസങ്ങൾ കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള കാലാവസ്ഥയിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളാണ്. അപ്പൊ അത് ലൂ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് മാത്രം എടുത്ത ഒരു ചോദ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് പശ്ചിമ അസ്വസ്ഥത അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് സംഭവിക്കുക? ഇവിടെ ലൂ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചതുപോലെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പശ്ചിമ അസ്വസ്ഥത സംഭവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശൈത്യകാലത്താണ്. ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത, അല്ല എന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ഇത് എവിടുന്നാണ്, എന്താണ് ഇതിന്റെ കോസ്, എന്താണ് ഇതിന്റെ റീസൺ, എന്താണ്? ആ ഒരു കാലഘട്ടത്തിൽ, ശൈത്യ കാലഘട്ടത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഈ ന്യൂനമർദ്ദം എന്ത് ചെയ്യാണ്? കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി ഇന്ത്യയുടെ പ്രദേശത്തേക്ക് എത്തുകയാണ്. നിങ്ങൾ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യുക, എവിടെയാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് ലൊക്കേറ്റ് ചെയ്യുക. അവിടെ ഫോം ചെയ്യുന്ന ന്യൂനമർദ്ദം അവിടുന്ന് സഞ്ചരിച്ച് കിഴക്കോട്ട് സഞ്ചരിച്ച് ഇന്ത്യയുടെ ഭാഗത്തേക്ക് നീങ്ങിയെത്തും. അപ്പൊ ഈ ഒരു കാല സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫോർമേഷന്റെ ഭാഗമായിട്ട് ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഏത് സ്ഥലങ്ങളിലാണ്? പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ ശൈത്യകാലത്ത് എന്ത് ലഭിക്കുന്നു? മഴ ലഭിക്കുന്നു. ശൈത്യകാലത്ത് ലഭിക്കുന്നതാണ് മഴ. അതിനാണ് നമ്മൾ ഈ ഒരു പശ്ചിമ അസ്വസ്ഥത എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിലെ വിളകൾക്ക്, കൃഷിക്ക് വേണ്ടി ഒരുപാട് യൂസ് ആവുന്ന ഒരു മഴ ആണ് ഈ പശ്ചിമ അസ്വസ്ഥത കാരണം ഉണ്ടാവുന്നത്. നമുക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ കിഴക്കൻ തീരങ്ങളിൽ അല്ലെങ്കിൽ പൂർവ്വ തീരങ്ങളിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാരണം മഴ നന്നായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരള പോലുള്ള തീരങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാരണം മഴ കൂടുതൽ ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പഞ്ചാബിൽ മഴ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ മഴ ലഭിക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പശ്ചിമ അസ്വസ്ഥതയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ദേശീയ ജലപാത NW1 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഏത് ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നാഷണൽ വാട്ടർവേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. വളരെ ഫെമിലിയർ ആണ്, എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്നതാണ്, എഴുതുന്നതുമാണ്. എന്താണ് ഇതിന്റെ ആൻസർ? നാഷണൽ വാട്ടർവേ 1, NW1. NW1 എന്ന് പറഞ്ഞാൽ ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ്. ഗംഗാ നദിയിൽ അലഹബാദ് അല്ലെങ്കിൽ ആൽദി അല്ലെങ്കിൽ അലഹബാദ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. ഈ ഒരു റൂട്ടിലാണ് നമുക്ക് ഈ പറയുന്ന നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നതിന്റെ സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഇൻ ദ ഗംഗാ റിവർ. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടേബിൾ വളരെ സുപരിചിതമാവെന്ന് വിചാരിക്കുന്നു. നാഷണൽ വാട്ടർവേ 1 ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത് ഇതാണ്. നാഷണൽ വാട്ടർവേ 1 ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ്. 1620 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ളത് ദേശീയ ജലപാത 2 നാഷണൽ വാട്ടർവേ 2 ആണ്. ബ്രഹ്മപുത്ര നദിയിലാണ്.
സദ്യ മുതൽ ദുബ്രി വരെ, സദ്യ ടു ദുബ്രി ബ്രഹ്മപുത്ര നാഷണൽ വാട്ടർവേ 2. ഇനി 3 എന്ന് പറയുന്ന കേരളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പശ്ചിമതീര കനാൽ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് അതിന്റെ ലെങ്ത്. നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത് ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. ദേശീയ ജലപാത 5, അഞ്ചാമത്തെ വാട്ടർവേ എന്ന് പറയുന്ന പൂർവ്വ തീര കനാലുമായി ബന്ധപ്പെടുത്തി ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന 5 ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാണുന്ന ടേബിളിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഏത് ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയുടെ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ സ്വാഭാവിക സസ്യപ്രകൃതി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഏത് തരം വനങ്ങളാണ്, കാടുകളാണ് ഇന്ത്യയിൽ കൂടുതൽ കാണാനായിട്ട് സാധിക്കുക? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഇല പൊഴിയും കാടുകൾ, മുൾച്ചെടികൾ കുറ്റിക്കാടുകൾ, ഓപ്ഷൻ ഡി കണ്ടൽ കാടുകൾ. ഏത് തരത്തിലുള്ള സസ്യജാലങ്ങൾ അല്ലെങ്കിൽ നൈസർഗിക സസ്യജാലമാണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇല പൊഴിയും കാടുകളാണ്. ഇല പൊഴിയും കാടുകൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇറ്റ് ഇസ് ഡെസിഡിയസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് നമുക്ക് കൂടുതലായിട്ടും എവിടെ കാണാനായിട്ട് സാധിക്കുക? ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കുക. അത് കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിലും എന്ത് തന്നെയാണ്? ഡെസിഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇല പൊഴിയും കാടുകളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ ഇന്ത്യൻ പ്രദേശങ്ങളെല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഏതൊക്കെയാണ് വിവിധ തരത്തിൽ ഇന്ത്യയിൽ കാണുന്ന നൈസർഗിക സസ്യജാലകങ്ങളും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് പരിശോധിക്കാം. ആദ്യമായിട്ട് വരുന്നു ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിതം. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഈ ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വളരെ വർഷപാതം കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ മഴ കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളായിരിക്കും. ഉദാഹരണമായിട്ട് എന്തുണ്ട്? പശ്ചിമഘട്ട റീജിയൻസ്, അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇവിടെയെല്ലാം തന്നെ മഴ കൂടുതലായിട്ട് ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ ഇവിടെയെല്ലാം തന്നെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്, അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. സിംഹവാലൻ കുരങ്ങുകൾ, പാമ്പുകൾ, വിവിധ ഇനം ഷഡ്പദങ്ങൾ ഒക്കെ ഈ ഭാഗമായി ഈ ഒരു ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് 1 കാറ്റഗറി. അടുത്തത് വരുന്നത് നമ്മൾ പറഞ്ഞ ഇല പൊഴിയും കാടുകളാണ്. രണ്ടാമതായിട്ട് വരുന്നത് ഇല പൊഴിയും കാടുകൾ അല്ലെങ്കിൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഇല പൊഴിയും കാടുകൾ എന്നിതിനെ വിളിക്കുന്നു. ഇന്ത്യയിൽ കൂടുതൽ പ്രദേശങ്ങളിലും എന്താണുള്ളത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ പ്രദേശങ്ങളിലും ഇല പൊഴിയും കാടുകളാണ് ഉള്ളത്. ഇതാണ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പല ജാതി മാനുകൾ, മുയൽ, മയിൽ, വേഴാമ്പൽ പോലുള്ള പലതരത്തിലുള്ള ജന്തു വൈവിധ്യം നമുക്ക് ഈ ഒരു വനങ്ങളുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ആളുകൾ ഇത് കൂടാതെ വരുന്നതാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഇതിന്റെ പ്രത്യേകത എന്താണ്? എവിടെയാ കാണുക? രാജസ്ഥാൻ മരുഭൂമിയിലും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുമാണ്, മഴ തീരെ കുറവായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ തരത്തിലുള്ള മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. കൂടുതലും വരണ്ട മേഖലകളായിരിക്കും. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് കണ്ടൽ കാടുകൾ. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. നദീമുഖവുമായി ബന്ധപ്പെട്ട് സമുദ്രവും നദിയും കൂടിച്ചേരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കാറുണ്ട്? കണ്ടൽക്കാടുകൾ കാണാൻ സാധിക്കാറുണ്ട്. പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ കണ്ടലുകൾ കാണുന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ സുന്ദർബൻസ് ഒക്കെ നമുക്ക് അതിനുള്ള ഉദാഹരണങ്ങളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വിവിധ തരത്തിലുള്ള നൈസർഗിക സസ്യജാലങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. അപ്പൊ അടുത്തൊരു വിഭാഗമാണ് പർവ്വത വനങ്ങൾ. ഉയരം കൂടിയ പ്രദേശങ്ങൾ, അതായത് പർവ്വതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹിമാലയൻ റീജിയൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന പ്രത്യേക തരത്തിലുള്ള പാറ്റേൺ ആണ് പർവ്വത വനങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പറയാറുള്ളത്. എവിടെയും കാണാറുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലും നമുക്ക് ഇതിനെ ഈ രീതിയിൽ കാണാൻ സാധിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? ഹിമാലയ എന്ന് പറയുന്ന റീജിയനുമായി ബന്ധപ്പെട്ട് റോങ് സ്റ്റേറ്റ്മെന്റ്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പല വർഗ്ഗങ്ങളും കൃഷി ചെയ്യാറുണ്ട്. ഓപ്ഷൻ ഡിയിൽ പറയുന്നു പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. തേയില കൃഷി എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള മേഖലകൾ നമ്മൾ സാധാരണ കാണാറുണ്ട്. കുങ്കുമപ്പൂവും ഈ പറയുന്ന കൃഷികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാറുണ്ട്? ഈ പറയുന്ന ഹിമാലയൻ പല സംസ്ഥാനങ്ങളിലും കാണാറുണ്ട്. ഓറഞ്ച്, ആപ്പിൾ ഒക്കെ തന്നെ ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രസിദ്ധമാണ്. എന്നാൽ പരുത്തി കൃഷിയുടെ കണ്ടീഷൻ എന്താണ്? പരുത്തി കൃഷി എന്ന് പറയുന്ന സമയത്ത് മഞ്ഞുവീഴ്ചയൊന്നും പറ്റില്ല, മഞ്ഞുവീഴ്ച പാടില്ല. അതേപോലെ തന്നെ കറുത്ത മണ്ണിന് അവൈലബിലിറ്റി വേണം. അതൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് പരുത്തി കൃഷി സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്ന സമയത്ത് തണുപ്പ് കൂടുതലാണ്, മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ പരുത്തി കൃഷിക്ക് അനുയോജ്യമല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി.
പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയല്ല ഹിമാലയൻ റീജിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത് കൊണ്ട് തന്നെ ആൻസർ പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ആർട്ടിക്കിൾ പോലുള്ള ഒരു കാര്യമാണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. അപ്പൊ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. അപ്പൊ മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത് എന്താണ്? എന്തായാലും ഹിമാലയൻ റീജിയൻസിൽ മഞ്ഞുവീഴ്ചയുണ്ട്. പിന്നെ 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനില എന്ന് പറയുമ്പോൾ നോർത്തേണിലേക്ക് പോകുന്ന സമയത്ത്, ഹിമാലയൻ റീജിയൻസിലേക്ക് പോകുന്ന സമയത്തിലും താഴെ ഈവൻ സീറോയിലേക്കും നെഗറ്റീവിലേക്കും ഒക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്ന് എന്ത് സാധ്യമല്ല? ഈ പറയുന്ന പരുത്തി കൃഷി സാധ്യമല്ല. ഇവർക്ക് എന്താ ആവശ്യമായിട്ടുണ്ട്? കറുത്ത മണ്ണും അതേപോലെ എക്കൽ മണ്ണും ഒക്കെ ഇതിന് ഏറ്റവും അനുയോജ്യമാണ്. അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാച്ച് ആയാൽ മാത്രമേ അവിടെ നന്നായിട്ട് ഈ പരുത്തി കൃഷി സാധ്യമാവുള്ളൂ. അടുത്ത ഒരു ചോദ്യം, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, ഷില്ലോങ് പീഠഭൂമി. പ്ലാറ്റ്യൂസിനെ കുറിച്ചാണ്. പ്ലാറ്റ്യൂസിൽ ഇതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്ലാറ്റ്യൂസ് ആണ്. അതിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന പീഠഭൂമി എന്ന് പറയുന്നത് 15 ഓപ്ഷൻ സി ആണ്, ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി ഈസ് ബിഗസ്റ്റ്. അപ്പൊ ഇതാണ് ഒരു ഡിവിഷൻസ്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട 4 ഡിവിഷനുകളുടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നോർത്തിൽ 1 എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തത് ഉത്തരപർവ്വത മേഖലയാണ്. അവിടെയാണ് നമ്മുടെ ഈ പറയുന്ന പൂർവാഞ്ചലും അതേപോലെ ട്രാൻസ് ഹിമാലയാസും ഹിമാചൽ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിമാലയവുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ വരുന്ന ഉത്തരപർവ്വത മേഖലയിലാണ്. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് ഉത്തര മഹാസമതലവും മൂന്നാമതായിട്ട് കിടക്കുന്ന ഈ ഉപദ്വീപ്യൻ പീഠഭൂമി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിലാണ് ഈ പറയുന്ന മാൾവ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂറും ഡെക്കാനും. ഇനി നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ മേഘാലയയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ മേഘാലയ പ്ലാറ്റ്യൂ, മേഘാലയ പീഠഭൂമി ഒക്കെ വരുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഡെക്കാനാണ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഉപദ്വീപ്യൻ പീഠഭൂമി ഉത്തര മഹാസമതലത്തിനും തീരസമതലങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഉറപ്പേറിയ ശിലകളാലാണ് ഇവർ നിർമ്മിതമായിട്ടുള്ളത്. ഈ പീഠഭൂമിയുടെ സവിശേഷതകൾ എന്തൊക്കെയുണ്ട്? ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. അപ്പൊ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് അല്ലെങ്കിൽ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട ഡിവിഷൻസ് നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് പീഠഭൂമികളാണ്. അതിൽ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വാരങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതികൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലെല്ലാം തന്നെ ഹിമാലയത്തിന് തന്നെ തെക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഹിമാലയത്തിൽ നിന്ന് സൗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കൊടുമുടി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. എവിടെയാണ്? ആനമുടിയാണ്. 2695 മീറ്റർ. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ധാതുക്കളുടെ പ്രസൻസ് ഉണ്ട്. ഉപദ്വീപ്യൻ പീഠഭൂമിയിൽ ഒരുപാട് ധാതുക്കൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആണ് പീഠഭൂമി അല്ലെങ്കിൽ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ വെജിറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കാണാനായിട്ട് സാധിക്കും. തേക്ക്, ചന്ദനം പോലുള്ള മരങ്ങൾ ഇവിടെ കാണാം. ഇനി ശിലകളാണ് എന്നുണ്ടെങ്കിൽ ആഗ്നേയ ശിലകളും പ്രായാന്തരിത ശിലകളും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. മണ്ണിലേക്ക് നോക്കിയാൽ ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് എന്നൊക്കെയാണ് ഈ മേഖലയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയുമാണ് ഒരു 5 ചോദ്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട്. ബാക്കിയുള്ള ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഇത്തരത്തിൽ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഡയറക്ഷൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്ഷൻ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്